എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 63 പോയിൻ്റാണ് അപ്പ് കാണിച്ചിരിക്കുന്നത്. 210 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റിയിലും അപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ടത്തെ 3 മണിയുടെ ലൈവ് സെക്ഷനിലും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് 245, 258 എന്നുള്ള ആ ഒരു റേഞ്ച്. അത് ഇന്നലെ തൊട്ട് മനസ്സിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി 3 മണിക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പ് അപ്പോൾ അപ്പർ സൈഡിലേക്കേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ എന്ന് ഇന്നലെ വൈകിട്ടേ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 63 പോയിൻ്റാണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മാർക്കറ്റ് അപ്പോൾ നമ്മൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,940 24,940 പ്ലസ് 64 എത്രയോ, അയ്യോ തെറ്റിപ്പോയോ, 24,940 പ്ലസ് 64 25,004. ഇപ്പം എന്താണ് 25,000 ഉള്ളത്? നമ്മൾ ഇന്നലെ ഓൾറെഡി രാവിലത്തെ ലൈവിൽ ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 25,004, 25,063 ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഇവിടുത്തെ ബ്ലൂ ലൈൻ ഈ ഒരു ക്യാൻഡലിൻ്റെ അപ്പർ സൈഡ് വെച്ചിട്ടൊക്കെയാണ് നമ്മളത് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിന്യൂഷനിൽ മാർക്കറ്റ് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 25,004 എന്ന് പറഞ്ഞത് ഏകദേശം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നോക്കട്ടെ, 25,004, 25,015 ഇവിടെ ഒരു റിജക്ഷൻ പോയിൻ്റാണ്. അപ്പോൾ 25,008 മുകളിൽ മാർക്കറ്റ് നിൽക്കണം. അത് മാർക്കറ്റ് ഒന്ന് ആദ്യത്തെ 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മൂവപ്പ് ആയിട്ട് 25,063 ഒരു റിജക്ഷൻ എടുക്കണം. അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ സ്റ്റെപ്പായിട്ടേ പോകത്തുള്ളൂ. 3 ഏരിയാസാണ് നമ്മൾ സ്കിപ്പ് ചെയ്തെടുക്കാനായിട്ട് മുകളിലോട്ട് ഉദ്ദേശിക്കുന്നത്. 3, 4, 5 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. 25,008 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ 25,063 25,084 പക്ക റിജക്ഷൻ ഏരിയ ആണ് 25,084 എന്നുള്ളത്.
അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് 25,110 ഉണ്ട്, 25,138 ഇത്രയും 1 2 3 4 ഏരിയാസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 25,178 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും മാർക്കറ്റിന് ഇന്നത്തെ മൂവ്മെൻറ്റ്. മാർക്കറ്റ് എപ്പോഴാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ച് വെക്കാം. അതിൻ്റെ കളർ ഒന്ന് മാറ്റിയിടാം. ഒരു വേറൊരു വെറൈറ്റി കളറാണ് ഇട്ടേക്കണേ. അപ്പോൾ ആ ഒരു ലൈന് താഴത്തേക്ക് വന്നാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ചാൽ മതി. കാരണം ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ 1 മണിക്കൂറിൻ്റെ ചാർട്ടിൽ ഇവിടെ 25,033 എന്നുള്ള ഒരു ഭാഗത്തേക്ക് ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്. SMA ടോപ്പ് ഹിറ്റ് ചെയ്യാനുണ്ട്. 1 മണിക്കൂറിൻ്റെയാണ്. RSI സ്റ്റിൽ 1 മണിക്കൂറിൽ അപ്പർ സൈഡിലേക്കായി നിൽക്കുന്നതുകൊണ്ടാണ് 15 മിനിറ്റ്സ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചറിലും ആ ലെവല് എന്തായാലും നിൽക്കട്ടെ. ഇപ്പോൾ ഫ്യൂച്ചർ നമ്മൾ ഓൾറെഡി ഫ്യൂച്ചറിൻ്റെ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിന് ഞാൻ ഓൾറെഡി സെക്കൻഡ് സ്ക്രീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇന്നത്തെ രീതികൾ. അപ്പോൾ സ്ട്രൈക്ക് വന്നിട്ട് 24,800 സി ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്ര ഡെൽറ്റ വാല്യൂ കൂടുതലാണ്. നല്ല മൂവ്മെൻറ്റ് കിട്ടിയ പോയിന്റ് കിട്ടണം. അപ്പോൾ അതിൽ ആദ്യത്തെ റിജക്ഷൻ 207 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ കിട്ടുന്ന ഏകദേശം ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 225 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഡൗണിനെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. കാരണം ഇവിടെ ഒരു ഡേ ഹൈ നിൽപ്പുണ്ട് 214, 207, 225ഒക്കെയാണ് സപ്പോർട്ട് സോൺ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടാർഗറ്റ് വന്നിട്ട് 245, പിന്നെ നമ്മളുടെ ഏരിയ ആയിട്ടുള്ള 258. നമ്മൾ ഇന്നലെ തൊട്ട് കാത്തിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോവില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 55, 58 എന്നുള്ള ഒരു ഏരിയയിലേക്ക്. അതിനു മുമ്പ് 245 റിജക്ഷൻ ഉണ്ട്. അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ 24,800 സി എടുത്തു വച്ചിരിക്കുന്നത്. പിയിൽ 25,100 പി ആണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് ഏരിയ, അപ്പോൾ എവിടെ നിന്നൊക്കെ പി റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ആദ്യം വരക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശമാണ് 177 ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ അടുത്ത സപ്പോർട്ടെന്ന് പറയണത് 167 ആണ്. പിന്നെ 155, 142, 125 ഇതൊക്കെയാണ് മെജോറിറ്റി പിയുടെ സപ്പോർട്ട് ലെവലുകൾ. 9:13 നമുക്ക് 2 മിനിറ്റ് നമുക്ക് എന്തായാലും ഒന്ന് റിലാക്സ് ചെയ്യാം. അതായത് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 207 മുകളിലോട്ട് സി പോകണം. 225 സപ്പോർട്ട് ഏരിയ. ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ വന്നിട്ട് 245, സെക്കൻഡ് ടാർഗറ്റ് ഏരിയ വന്നിട്ട് 258. അതുക്കും മേലെയൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ലാഗ് ചെയ്തൊക്കെയാണ് മാർക്കറ്റ് പോകത്തുള്ളൂ. അങ്ങനെ പോയാലും പോകാനുള്ള ഒരു ഫൈനൽ റെസിസ്റ്റൻറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ബോക്സ് വരച്ചിടാം. അതായിരിക്കും ബെറ്റർ. ഈ ബോക്സിൽ എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് റിജക്ഷൻ അടിക്കുന്നത്. അപ്പോൾ 9:14 സ്റ്റിൽ ഒരു സി സൈഡിലേക്ക് ഒരു RSI 2 മിനിറ്റിൽ ഡൈവർജൻസ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 140 മാർക്കറ്റ്, 225 മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. ആ 225 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 245, 258 നമ്മളുടെ ഏരിയാസ്. അതേപോലെ തന്നെ പിയിലെ മൂവ്മെൻറ്റ് നമുക്കൊരു 172 ബ്രേക്ക് ചെയ്താൽ ഒരു 177, 185 ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്.
കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി രാവിലെ തന്നെ മാർക്കറ്റിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. 225 മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിഡൻ റിജക്ഷനാണ് 222 ബ്രേക്ക് ചെയ്ത 225 230 ബ്രേക്ക് ചെയ്താൽ വളരെ സ്ലോ ആയിട്ട് 245 258 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 160 155 ഭാഗത്താണ് മാർക്കറ്റ് പിയില് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ അതും കൂടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോന്നാൽ 142 മാർക്കറ്റ് ഫാളാവും. അപ്പോൾ ആ ഫാള് നമുക്ക് സിയിൽ നമുക്ക് ഉൾപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റണം. നമുക്ക് സിയിലാണ് ആകെയുള്ളൊരു പോസിബിലിറ്റീസ് ഉള്ളത്. 225 നിൽക്കുന്ന ലെവലൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 230 245 258 ലെവലിലേക്ക് 155 എന്നുള്ള ലെവലിലാണ് പി സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആ 155 ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 142 ഭാഗത്തേക്ക് ഫാളാവും. കാരണം അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിയിൽ 2 വൈറ്റ് ഡോട്ട് ഇവിടെ നിൽപ്പുണ്ട്. ആ വൈറ്റ് ഡോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ആ ലെവലും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 142 പി ഫാളാവും. ആ ഫാള് നമുക്കിപ്പുറത്ത് 225 തൊട്ട് 230 വരെ കിട്ടുമെന്ന് നോക്കണം. 230 ബ്രേക്ക് ചെയ്താൽ 245 258 നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. കാരണം ഇത്തിരി പാടാണ് ബ്രേക്ക് ചെയ്ത് സി പോകാനായിട്ട്. കാരണം അവിടെ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. 155 പിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ 3-4 സപ്പോർട്ട് ഓൾറെഡി മാറ്റി വെച്ചതിൻ്റെ റീസൺ. ആ 155 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ പി ഡൗൺ ആവത്തുള്ളൂ. ഇവിടെ എന്തായാലും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ട് ഒറ്റ മൂവ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവണേ. 207 മേജറായിട്ടുള്ള സപ്പോർട്ട്. നമ്മൾ വരച്ച ലൈനും കമ്പനി വരച്ച ലൈനും ഏതാണ്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 225 വരച്ചത്, കമ്പനി വരച്ചിരിക്കുന്നത് 225 ഏകദേശം. അപ്പം അതായത് നമ്മളും അവരൊക്കെ ഒരേപോലെ ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞതിന് അർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. $155 പി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കാരണം അവിടെ വൈറ്റ് ഡോട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ എന്തിൽ ചാൻസ് ഉള്ളൂ, സിയിൽ അപ്ഡേഷൻ ആ മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. കറങ്ങിത്തിരിഞ്ഞൊക്കെ വരും, വരാതിരിക്കില്ല. 185 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. വിത്ത് അവിടെ ഒരു വൈറ്റ് ഡോട്ടും കൂടെ ഉണ്ട്. അതാണ് ആ വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സിയിൽ 225 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പം നിലവിൽ 177 പി നിൽക്കുന്നത്. 177 ബ്രേക്ക് ചെയ്താൽ 180 മാക്സിമം. 180 ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ടായിരിക്കും പോണേ? 180 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് 187. 180 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇനി 187 ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. ബ്രേക്ക് ചെയ്താൽ 187, അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്താൽ പ്രീവിയസ് ഡേ ലോ 203 208 ഭാഗത്തേക്ക്.
220 ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും സിയിൽ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് വരാവുന്നത്. 220 ബ്രേക്ക് ചെയ്താൽ 220 വേണമെന്നില്ല, 210 220 220 ബ്രേക്ക് ചെയ്താൽ 225 233 255 258 180 ബ്രേക്ക് ചെയ്താൽ 187 അവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 202 വരെയൊക്കെ നമുക്ക് കിട്ടും. രാവിലെ പക്ക കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. ഈ 9:30 വരെ എന്തായാലും കൺസോൾട്ടേഷനാണ്. 9:30 കഴിഞ്ഞിട്ടേ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും സിയിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് വരും. നമ്മുടെ എന്തായാലും 258 പിടിക്കാനായിട്ട് നോക്കും. അതിൽ ഇതൊന്നുമില്ല. ഇവിടുത്തെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്താൽ 220 221 വരെ വരും. അവിടെ നിന്ന് റിജക്ഷൻ ആവാതിരുന്നാൽ 227 അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകും. 180 ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ 177 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. 9:30 വരെ എന്തായാലും മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. അവിടെ നമ്മൾ പറഞ്ഞത് 218 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 221 ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റാണ് അവിടെ കിട്ടിയത്. കാരണം അവിടെയും ബ്രേക്ക് ചെയ്ത് പോയാൽ അടുത്തത് 225 നിലവിലുള്ള ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് കറക്റ്റ് 221 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്, 3 പോയിൻ്റ്. അതുക്കും മേലെ ഇനി മാർക്കറ്റ് മൂവ് ചെയ്താൽ 227. 9:30 കഴിഞ്ഞിട്ട് എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റിൽ മാർക്കറ്റിൽ ഉണ്ടാകത്തുള്ളൂ. കാരണം ഒന്നാമത്തെ കേസ് ഇവിടെ ഒരു SMA നിൽക്കുന്നുണ്ട്, വിത്ത് ഗ്യാപ്പ് ഫില്ലിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണോ തിരിച്ചു മുകളിലോട്ട് പോണേ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കിനി അറിയാനായിട്ടുള്ളൂ. ഇനി അഗെയിൻ 220 221 ഈ ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയാൽ അടുത്തത് 227 233 255 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോണേ. 30 മിനിറ്റിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സിനാരിയോ വന്നതാണ്. 25,054 ടച്ച് ചെയ്യാനായിട്ട് 1 അവറിൻ്റെ ചാർട്ടിലൊക്കെ സ്പേസ് കിടപ്പുണ്ട്. 15 മിനിറ്റ്സിലും ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് സിയിൽ കിടപ്പുണ്ട്. അപ്പം എന്തായാലും സിയിലേക്കൊക്കെ കുറച്ച് മൂവ്മെൻറ്റ് വരും. അത് 9:30 കഴിഞ്ഞ് മാക്സിമം ഈ SMA ഒന്ന് ടാലിയാക്കാൻ നോക്കിയിട്ടായിരിക്കും മാർക്കറ്റിലെ മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. 175 ബ്രേക്ക് ചെയ്താൽ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ 170 ബ്രേക്ക് ചെയ്താൽ ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ അത്ര വലിയൊരു കോൺഫിഡൻറ്റ് ലെവലില്ല. 170 ബ്രേക്ക് ചെയ്താൽ 175 177 മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വിത്ത് കൺസോൾട്ടേഷൻ. ഇവിടെ നിന്ന് 170 നമ്മൾ പറഞ്ഞത് ഇത്തിരി ബഫർ സോൺ ഇട്ടിട്ടാണ് നമ്മൾ പറഞ്ഞത്. തൽക്കാലം 9:30 ഒരു 9:40 വരെയൊക്കെ എന്തായാലും കൺസോൾട്ടേഷൻ ആയിരിക്കും. സ്കാൽപ്പിങ്ങേ നമുക്ക് പോസിബിലിറ്റി ആയിട്ടുള്ളൂ. ഇവിടെ RSI പിയിലേക്കൊന്ന് ഡൈവർജൻസ് ആവുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവറും സിയിലേക്ക് വരുന്നുണ്ട്. കാരണം 50%-ലാണ് RSI നിൽക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. മേളിലോട്ടും പോയിട്ടില്ല, ഫില്ല് ചെയ്യാനായിട്ട് പിയിൽ കിടപ്പുണ്ട്. ഈ ഏരിയ ഫില്ല് ചെയ്തിട്ടില്ല.
അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ഡൈവർജൻസ് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കണം. 50% നിൽക്കുന്ന കാരണം എങ്ങോട്ടാണെന്ന് നമുക്കൊരു അക്യുറസി പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം ഇവിടെ 258 ഫില്ല് ചെയ്യാനായിട്ട് സിയിലും കിടപ്പുണ്ട്, ഇവിടെ താഴത്ത് SMA ടച്ച് ചെയ്യാനും കിടപ്പുണ്ട്. അപ്പോൾ SMA ടച്ച് ചെയ്തിട്ടാണോ സി മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ എഗെയിൻ പിയിലേക്കുള്ള ആ 170 മുതൽ 176 വരെയുള്ളൊരു സ്കാൽപ്പിങ് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഫില്ലും ഏകദേശം നടന്നിട്ടുണ്ട്. SMA ടച്ച് ചെയ്തിട്ടില്ല, ആ ഒരൊറ്റ കേസ് മാത്രം നിലവിൽ നിൽക്കുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പറഞ്ഞത്. ആ ഗ്യാപ്പ് ഫില്ലിങ് ഓൾറെഡി 199 ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ് കടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സ്കാൽപ്പിങ് 170 നിന്ന് 175 വരെ അതും പോയിട്ടുണ്ട്. അത് വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. സിയിൽ എന്തായാലും ഒരു ഗ്യാപ്പ് ഫില്ലിങ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്തായാലും. ഇപ്പം ഗ്യാപ്പ് ഫില്ലിൻ്റെ ഏരിയ എന്നൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു പോയിൻ്റൊക്കെ കയറ്റി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കയറി പോവുകയാണെങ്കിൽ 258 വരെ അങ്ങ് പൊക്കോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 201 ഒരു അനദർ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ നമ്മൾ പ്രതീക്ഷിക്കണം. സിയിൽ 201 അതായത് ആ യെല്ലോ ലൈനിലേക്ക് ഒരു ഡൗണും കൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഇത്തിരി ഭാഗം മിച്ചമിട്ടിട്ടാണ് പോയിരിക്കണേ. അപ്പോൾ വരാതിരിക്കാം, അത് സെക്കൻഡറി ആണ്. SMA മേളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ടച്ച് ചെയ്യാം, എന്നാലും നമ്മൾ ആ ഒരു ഏരിയ പ്രതീക്ഷിക്കണം. അപ്പോൾ എൻട്രി നമുക്ക് സിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി ബ്രോക്കർഷിപ്പ് എങ്കിലും കൊടുക്കാൻ പാകത്തിന് തയ്യാറാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആകെ കൺഫേം ആയിട്ട് പിയിലൊരു എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ 176 ബ്രേക്ക് ചെയ്താൽ 180ലേക്കും 180 ബ്രേക്ക് ചെയ്താൽ 194ലേക്കുള്ളൊരു മൂവേ കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സി ഇവിടെ നിന്ന് കയറി 255-58 ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. $25,020 ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. 25,020 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. പക്ക കൺസോൾട്ടേഷനാണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഒരു 940 വരെ മാർക്കറ്റൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്ത് എല്ലാവരെയും പാപ്പരാക്കിയതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ എൻട്രി കിട്ടിയാലും മാക്സിമം ഒരു പോയിൻ്റ് കയറ്റിയിട്ടോ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ടോ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു മൂവ്മെൻറ്റ് വലുതായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. അത് ഏകദേശം ഒരു 9:45-10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണേ. ഇപ്പോൾ SMA സീനെ സംബന്ധിച്ച് 202.37 വന്നിട്ടുണ്ട്. ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിൽ നിന്നൊരു എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് കയറ്റി ലോക്ക് ചെയ്ത് അങ്ങ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വേണ്ട. നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കാരണം RSI സിയിൽ താഴത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. പിയിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, രണ്ടും കൂടി ഇനി ഒന്ന് ടാലി ആവാനുണ്ട്. പിന്നെ കൺഫേം ആയിട്ടുള്ളൊരു മൂവ് കിട്ടണമെങ്കിൽ 175 ഇവിടെയാണ്. 173 ബ്രേക്ക് ചെയ്താൽ 175, 180, 191 ഭാഗത്തേക്കുള്ളൊരു മൂവ് കിട്ടും പിയിൽ. SMA ഇവിടെ അടുത്താണ് നിൽക്കുന്നത്, പക്ഷെ ഇവിടെ ഇത്തിരി അകന്നാണ് നിൽക്കുന്നത്. അപ്പം അത് ടാലി ആക്കാൻ വേണ്ടി ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് മാത്രമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ.
ഇപ്പോൾ യെല്ലോ ലൈനിൽ ഒന്നും കൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് റിജക്ഷൻ ആവുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ അറിയാം റിജക്ഷൻ ആവുമോയെന്ന്. ഇത് സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ പോയാൽ 185 വരെ വരും. ഇതിവിടെ റിസ്ക് എടുക്കാം, പ്രശ്നങ്ങളില്ല എന്നുള്ളേ ഉള്ളൂ. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തിട്ടേ നമുക്ക് സിയിൽ ഒരു റിസ്ക് എടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നിന്നൊരു ഡംപ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 185 പോരും. അപ്പോൾ ഇത് റിസ്കി എൻട്രിയാണ്. 202 നമ്മൾ ഒരു തവണ കൂടെ മഞ്ഞ ലൈനിൽ സപ്പോർട്ട് എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അത് ഒന്നും കൂടെ താഴത്തോട്ട് അടിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം ഇവിടെ ഈ യെല്ലോ ലൈൻ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് 1-2 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സ്റ്റോപ്പ് ലോസ് തിരിച്ച് 173 ബ്രേക്ക് ചെയ്താൽ 75 80 നമുക്കത് തിരിച്ചു പിടിക്കാം. അത്ര റിസ്കി ആയിട്ടുള്ളൊരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ഫാള് വന്നാൽ 185 ഒരു ഒറ്റ ഫാള് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 185 സി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 173 ബ്രേക്ക് ചെയ്താൽ 189 വരെ തിരിച്ചു പിടിക്കാം. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡോജി ക്യാൻഡിലായ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ താഴത്തോട്ട് സിയിൽ പോരും. അതേ വരുന്നു. $176 ഒന്നും കൂടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇന്നും കൂടെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. SMA ടച്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ പോന്ന 176 ആയിട്ടുണ്ട്. 180 ടച്ച് ചെയ്തു. 179 ആയിട്ടുണ്ട്. $180 ബ്രേക്ക് ചെയ്താൽ പിന്നെ 190 മാർക്കറ്റ് മൂവ് ചെയ്യണേ. ഇനി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്യും. കാരണം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നാലും അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോൾ SMA എങ്ങോട്ട് വരും? 185 ഭാഗത്തേക്ക് വരും. 180 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 188 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. 178 179 ഒത്തിരി പാടാണ്. 180 ബ്രേക്ക് ആവുന്നില്ല. 179.80 ആ ഒരു ലെവലിലൊക്കെയാണ്. 179.70 സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന ഒരു ശൈലിയാണ്. 0.20 0.50 ഒക്കെ മിച്ചം വിട്ടിട്ട് മാർക്കറ്റ് ഡൗൺ ആവുന്നൊരു പ്രതീതി. ഇതൊരു റെഡ് ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഇതൊരു ഗ്രീൻ ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ SMA കൂടെ ഒന്ന് വന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ചേഞ്ച് ചെയ്ത് ബോട്ടിൽ നിന്നൊക്കെ കയറ്റിയിട്ട് മാത്രമായിരിക്കും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അതാണ് ഇവിടെ നിന്നൊരു റിവേഴ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, കയറ്റി വെച്ചോ, മാർക്കറ്റ് എന്തായാലും താഴത്തോട്ട് വരും. 180 മിച്ചം ഇട്ടിട്ട് പോയേക്കണതാണ്. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 188 മാർക്കറ്റ് മൂവ് ചെയ്യും. 88 85 അടുത്ത ക്യാൻഡിൽ SMA ഒന്ന് താഴത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നിൽക്കും. ഇപ്പം 180. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് ഇട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എൻട്രി എടുത്താലും 173 നിന്ന് 180 വരെ 7 പോയിൻ്റ്. അതിൽ ഇവിടുത്തെ 2 പോയിൻറ്റും പോയി കഴിഞ്ഞാലും ബാക്കി 5 പോയിൻ്റ് ഇപ്പുറത്ത് പ്രോഫിറ്റബിൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. എന്തായാലും ഈ മഞ്ഞലായി മുട്ടാതെ നമ്മൾ എന്തായാലും ഒരു ഡയറക്ഷൻ എടുത്തത് പ്രതീക്ഷിക്കുന്നില്ല. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഏരിയയിലാണ് ഇപ്പം ഇന്ന് സ്ട്രഗിൾ ചെയ്തൊന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര സ്ട്രഗിളായിട്ട് നിൽക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ സിയിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു മഞ്ഞലായി മുട്ടിയിട്ട് നമുക്ക് അടുത്ത വ്യൂ നോക്കാം. അതുവരെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമ്മൾ 85 പറഞ്ഞേക്കണേ. അപ്പം അടുത്ത ക്യാൻഡിലിൽ 187.59 85 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 85 പോയി മീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 87 തന്നെ പോയിട്ട് നമുക്ക്
ടച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ രണ്ട് കാരണങ്ങളാണ് 87 സ്ട്രോങ് ആവാനായിട്ട്. ഒന്ന് യെല്ലോ ലൈനും ഇപ്പോൾ ഓക്കെ. അപ്പോൾ 87 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 185ലേക്കാണ് നമ്മൾ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞ ഏകദേശം 87 95 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഒരു ലോസ് വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോഴും 190ലാണ് നിൽക്കുന്നത്. 185 സപ്പോർട്ട് സോൺ സീനെ സംബന്ധിച്ച്. എൺപത്തൊമ്പത് 4 പോയിന്റും കൂടെ വന്ന സപ്പോർട്ട്. ഓക്കെ, 85 സപ്പോർട്ട് എടുത്തു. ആ സപ്പോർട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 152ലേക്ക് ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 185 സപ്പോർട്ട് എടുത്ത അറ്റ് എ ടൈമിൽ നമ്മൾ അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്ത് വെച്ചാലും 4 പോയിന്റ് അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് കയറിപ്പോയാൽ അങ്ങ് കയറിപ്പോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റ് കയറ്റി വെക്കുകയോ ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കുകയോ ചെയ്യാം. അപ്പോൾ 197 വരെ അത് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ എത്ര പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 174 വേണ്ട, 180 നിന്നാണെങ്കിലും 196 16 പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സപ്പോർട്ട് എടുക്കാനുള്ളൊരു ഏരിയ 185 ആണ് പറഞ്ഞത്. ആ 185 വന്ന് മുട്ടുന്ന സമയത്ത് ഇത് എക്സിറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. അങ്ങനെ എടുത്താലും നമുക്ക് നഷ്ടമില്ല. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. അതനുസരിച്ചിട്ടാണ് മാർക്കറ്റ് ഇവിടം വരെ പോയിരിക്കണം. അപ്പോൾ ഡബിൾ ചാർട്ട് ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഈ 185 ബ്രേക്ക് ചെയ്ത് ഇനി താഴത്തോട്ട് വന്നാൽ ഇനി 152ലേക്കായിരിക്കും ഫാൾ ആവുന്നത് കേട്ടോ. നമ്മളിവിടെ ഒരു റിഫ്ലക്ഷൻ എടുത്തെന്ന് റിജക്ഷൻ്റെ പോയിന്റ് ക്യാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ റിജക്ഷനാണ്. അത് ബ്രേക്ക് ചെയ്ത് വന്നാൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് 152ലേക്കോ അല്ലെങ്കിൽ അതിന് ഡൗൺ ആയിട്ടുള്ള സ്ഥലത്തേക്കോ മാർക്കറ്റ് വരും. നിലവിലുള്ള ക്യാൻഡലിനെ 197 ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 201 ഭാഗത്തേക്ക് മാർക്കറ്റ് എന്താവും? ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോവുകയും ചെയ്യും. ഒൻപത് 40 ആയിട്ടുണ്ട്. 9:45 മൂവ്മെൻറ്റ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് 185 വരെ എൻട്രി എടുത്താലും അത് 193 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു റിജക്ഷൻ നമ്മൾ ക്യാച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അവിടെ നിന്ന് മൂവ് ചെയ്ത് പൊങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ കയറ്റി നമ്മൾ വെക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് നടന്നിട്ടില്ല. 205 ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ചിലപ്പോൾ ഇവിടെ മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സി സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഒരു ഏരിയ മേ ബി 179 ആയിരിക്കാം. കാരണം അടുത്ത ടാലി ആവാനുള്ള ഏരിയ അതാണ്. 179 ടച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് 206ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. 206 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 235ലേക്കായിരിക്കും മൂവ് ചെയ്യണത്. കാരണം അത് പരസ്പരം ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അത് പരസ്പരം ടാലി ആയിട്ട് നിൽക്കണമെന്നുള്ളത് ചാക്കോ മാഷ് പറഞ്ഞേക്കണ കാര്യമല്ല, ഞാൻ പറഞ്ഞേക്കണമല്ല. അത് നമ്മൾ കണ്ട് ശീലിച്ച് വന്നേക്കുന്ന ഒരു ഏരിയ. മാക്സിമം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ 179 ആണ്. 179 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് ബേസ് ചെയ്തതാണ് നമ്മളത് പറഞ്ഞേക്കണേ. ഈ 179 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി പാടാണ്. തിരിച്ച് RSIയുടെ ക്രോസ് ഓവർ നോക്കി മാത്രമാണ് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം സ്റ്റിൽ പി സൈഡ് ഹൈവേയിലേക്കാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു എൻട്രി പരീക്ഷണാടിസ്ഥാനത്തിൽ 185 എടുത്തു. അത് 7 പോയിന്റ് ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അത് സെക്കൻഡറി. പക്ഷെ അവിടെ നമ്മൾ 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാണെങ്കിലും അത് തിരിച്ച് ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എവിടം വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്? ഈ ബോഡി ലെവലിൽ 203 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്.
അപ്പോൾ എവിടം വരെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്? സെക്കൻഡ് സപ്പോർട്ട് മാക്സിമം വരാവുന്നത് 179 വരെ. അപ്പോൾ ഇവിടെ 185 കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിന്റ് അടിച്ചു പോയെങ്കിൽ എന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അപ്ലൈയും കൂടെ എവിടെ നടത്തും? 179 ഭാഗത്ത് ഒരു അപ്ലൈയും കൂടെ നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. RSI ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. ഈ സാധനം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് നമുക്കിനി റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പോണത്. 195 ഇട്ട് ഒരു റീടെസ്റ്റ് ഉണ്ട്. ആ റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണേ. അത് 195 റീടെസ്റ്റ് ചെയ്യും. റീടെസ്റ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 199 പോകും. അപ്പോൾ എന്ത് ചെയ്യും? പിയിൽ SMA ബ്രേക്ക് ചെയ്തത് റീടെസ്റ്റ് എടുക്കാൻ വേണ്ടി 182 185 വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ 185 എൻട്രി എടുത്തു. അത് 1 പോയിന്റോ 2 പോയിന്റോ കയറ്റി വെച്ചാലും നഷ്ടമില്ല. രണ്ടാമത് നമ്മൾ ഇവിടെ റിജക്ഷൻ ആയപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ബേസ് ബോർഡിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 206 നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ 203 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതും വേണമെങ്കിൽ 1 പോയിന്റ് നമുക്ക് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. പ്രശ്നങ്ങളില്ല. കയ്യിൽ നിന്ന് കാശൊന്നും പോകുന്നില്ല ആർക്കും, നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ഒന്നും പോകുന്നില്ല. പക്ഷെ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറാതിരിക്കുക. നമ്മുടെ മുമ്പിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ നമ്മൾ കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻട്രി നമ്മൾ എവിടെ എടുത്താലും വിഷയമില്ല. പക്ഷേ എൻട്രി എടുക്കുന്ന സ്ഥലം നമ്മൾ ഒരു പ്ലാൻ ചെയ്ത ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് അടുത്ത സ്ഥലത്ത് റിക്കവർ ചെയ്യാനുള്ള ഏരിയ നമ്മൾ കണ്ടുവച്ചിട്ട് ആ ഒരു സ്പേസ് കണ്ടുവച്ചുകൊണ്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. കാരണം എന്തായാലും സീലൊരു RSI കുറച്ച് കഴിയുമ്പോൾ കർവാവും. അപ്പോൾ എവിടെയൊക്കെ എൻട്രി കിട്ടും അവിടെയൊക്കെ നമ്മൾ എടുക്കും. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇനി അടുത്ത സ്കാൽപ്പിംഗ് ഏരിയ ഞാൻ മാർക്ക് ചെയ്തിടാം. $205 മുതൽ $209 വരെ. ഈ ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അത് 209 വരെ പോകും. ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഏരിയ ഈ 179 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി അത് നേരെ താഴത്തോട്ട് വന്നാൽ പിന്നെ 152 മാർക്കറ്റ് ഫാൾ ആവുന്നത്. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലുള്ള ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. $209. ഇവിടെ 2 പോയിന്റോ അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ പോയെങ്കിൽ എന്നാ, ഇവിടെ സാധനം ഹൈവേയിലാണ് നിൽക്കുന്നത്. 203 മുതൽ എത്ര വരെ കിട്ടിയിട്ടുണ്ട്? 215 വരെ. അപ്പം അങ്ങനെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് ലോസ് ഇല്ലാതെ റിക്കവർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഇവിടെ RSIയുടെ ക്രോസ് ഓവർ വന്നാൽ മാത്രമാണ് സിയിൽ നമുക്ക് കൺഫേം ആയിട്ടുള്ളൊരു എൻട്രി കിട്ടുള്ളൂ. പക്ഷേ എല്ലാ എൻട്രീസിലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ 1 പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ലോസ് ഇടുക. അപ്പുറത്തുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് എങ്ങനെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് നോക്കിയിരിക്കുകയല്ല വേണ്ടത്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടുക, എന്നിട്ട് അപ്പുറത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇത് പതുക്കെ 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 152 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പതുക്കെ 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 എങ്ങോട്ട് കൊണ്ടുപോകാം, എവിടം വരെ പോവുക അവിടം വരെ കൊണ്ടുപോകാം. 225 റിജക്ഷൻ. ഇവിടെ 1 2 3 4, അതായത് 1 ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല, 2 ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല, 3 ബ്രേക്ക് ചെയ്യാൻ നോക്കി നടന്നില്ല. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി താഴത്തോട്ട് വന്ന് റീടെസ്റ്റ് അടിച്ചിട്ടാണ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ആ ഏരിയയിലാണ് ഇപ്പോൾ പോയി മാർക്കറ്റ് എന്തായിരിക്കുന്നത്, റിജക്ഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് പോലൊരു ഇത്തിരി പണിയാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ 222 ബ്രേക്ക് ചെയ്താൽ 235ലേക്കും, അതർവൈസ് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോരും. ഇവിടെ വന്ന അതേ സിനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വന്നു, താഴത്തോട്ട് വന്നു, അത് വീണ്ടും റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുകയാണ്. നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 224 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 225 മുതൽ 235 വരെ ആയിരിക്കും പിയുടെ അടുത്ത മൂവ്മെൻറ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് ഏരിയയിലാണ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇതേ ലെങ്തി ക്യാൻഡിൽ ഈ ക്യാൻഡിലിൽ ഫോം ആവും. അത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ 252ലേക്കും, എഗെയിൻ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 179 ബ്രേക്ക് ചെയ്താൽ സിയിൽ മാർക്കറ്റ് മുകളിലേക്കും പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ 235 നോക്കിയാൽ മതി. 235 ബ്രേക്ക് ചെയ്താൽ 262ലേക്ക് നോക്കിയാൽ മതി. ഇരുപത്തെട്ട് അമ്മേ പോട്ടെ. ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കണം. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക്, പിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്കോ സിയുടെ ക്യാൻഡിലിൻ്റെ അപ്പർ വിക്കോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തിരിച്ചൊരു വരവ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക്. ഇവിടെ ഈ റെഡ് ഡോട്ടിൽ, പ്രീവിയസ് ആയിട്ടുള്ള റെഡ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രഗിൾ വരുന്നത് കേട്ടോ. അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങ് വന്നാൽ 152ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. നമ്മൾ 235 പ്രതീക്ഷിച്ചത്, അത്രയും ഒരു മൂവ്മെൻറ്റ് കിട്ടിയില്ല. 209 താഴത്തോട്ട് വന്ന പി എഗെയിൻ താഴത്തോട്ട് 200ലേക്കോ 185ലേക്കോ വരും. സിയിൽ RSI ഒരു ക്രോസ് ഓവർ വക്കിലേക്കൊക്കെ വരുന്നുള്ളൂ. 179 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റിന് വേണ്ടി 185ലേക്ക് പോകും. 185 ബ്രേക്ക് ചെയ്താൽ 197ലേക്ക് സിക്ക് ഇനി ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. RSI ഒരു ക്രോസ് ഓവറിലേക്ക് അടുക്കുന്നുണ്ട്, അതായത് വലിയ താമസമൊന്നുമില്ല മാർക്കറ്റ് സിയിലേക്ക് ഡൈവർജൻസ് ആവാനായിട്ട്. നമ്മളെ 203 ബ്രേക്ക് ചെയ്തിട്ട് 205 നിന്നാണെങ്കിലും 227 വരെ 21 പോയിൻ്റ് അത് മൂവ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അതിൽ നിന്ന് നമുക്കൊരു 5 പോയിൻ്റ്, കൂടുതലൊന്നും വേണ്ട, നമുക്കൊരു 5 പോയിൻ്റ് മതി. അതേപോലെ ഇപ്പുറത്തെ ഇവിടെയുള്ള മൂവ്മെൻറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്കറ്റ് നിൽക്കുന്നത് 24,970 24,951 SMA നിൽപ്പുണ്ട്. ആ SMA സപ്പോർട്ട് എടുക്കാൻ വരുന്നത് കൊണ്ടാണ് പിയിൽ മൂവ്മെൻറ്റ് കിട്ടുന്നത്. 24,951 ഇപ്പം നിൽക്കുന്നത് 24,967 കൺസോൾട്ടേഷൻ സോണിലാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ SMA 24,951 ആ 51
ടച്ച് ചെയ്തതിന് ശേഷം അപ്പോൾ ആ സമയത്ത് പി എവിടം വരെ എത്തും? 235 വരെ ഏകദേശം എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ 24,951, അതായത് 235 ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 262 വരെ പി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഫ്യൂച്ചർ 24,950 8 പോയിന്റും കൂടെ ഫ്യൂച്ചർ ഡൗൺ ആയി കഴിഞ്ഞാൽ 24,950 ടച്ച് ആവും, 50.91 ടച്ച് ആവും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് 24,922 ഫാളാവും. 24,922 ഫാളാവുമ്പോൾ നമുക്ക് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 262 വരെ കിട്ടും. പോരുന്നുണ്ട്, ഫാസ്റ്റായിട്ടാണ് പോരുന്നത്. വീക്കർ ഹാൻഡ് ആയതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ഫ്യൂച്ചർ SMA ടച്ച് ചെയ്ത് ഒന്ന് താഴത്തോട്ട് വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത്ര ആ ഫ്യൂച്ചർ ചാർട്ട് നമ്മൾ സെക്കൻഡ് സ്ക്രീനിൽ നോക്കിയ ആ ഒരു ഒറ്റ ഉറപ്പിലാണ് നമുക്ക് മാർക്കറ്റ് എന്തായാലും 235 ടച്ച് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടിയത്. ഇനി ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചർ ചാർട്ട് 24,922 ഒന്ന് വരാനായിട്ടുണ്ട്. RSI ക്രോസ് ഓവറാണ് നിലവിൽ നിൽക്കുന്നത്, അതായത് സെൽ സൈഡിലേക്ക് മാർക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒന്ന് ടച്ച് ചെയ്തത് കൊണ്ടാണ് മാർക്കറ്റ് 251 വരെ പോയത്. അപ്പോൾ ഇതിൻ്റെ ഹയർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ ബേസിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി നിലവിലുള്ള ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ 262 മാർക്കറ്റ് പോകുന്നത്. നമ്മളത് ഫ്യൂച്ചർ ചാർട്ടും കൂടെ നോക്കിയത് കൊണ്ടാണ് കൺഫേം ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 203 മുതൽ എത്ര വരെ വന്നിട്ടുണ്ട്? 247 വരെ, അല്ലെങ്കിൽ 210 മുതൽ 248 വരെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും 262 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റീസാണ് നമ്മൾ കാണുന്നത്. അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. അതായത് നമ്മൾ 152 ഫാളാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 152 ഭാഗത്തേക്ക് ഫാളാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 152 ടച്ച് ചെയ്ത അറ്റ് എ ടൈമിലാണ് ഇവിടെ 249 മാർക്കറ്റ് ടച്ച് ചെയ്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും തമ്മിൽ ടാലിയാക്കിയാലും എത്ര പോയിൻ്റ് ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു, 185 എൻട്രി എടുത്തു. അവിടെ നിന്ന് കോസ്റ്റ് ടു കോസ്റ്റോ 2 പോയിന്റ് ഇട്ടവർക്ക് അവിടെ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് ബ്രോക്കർഷിപ്പിന് കൊടുത്തോ. സെക്കൻഡ് നമ്മൾ ഈ ഒരു ബ്ലൂ ലൈനിൽ എൻട്രി എടുത്തു, അതും ഒന്നും മാർക്കറ്റ് മൂവ് അപ്പ് ആയിട്ടുണ്ട്. അതും കോസ്റ്റ് ടു കോസ്റ്റിലോ 1 പോയിന്റോ ഇട്ടോ, കുഴപ്പമില്ല, വേണ്ട, രണ്ടിനും കൂടെ 5 പോയിന്റ് ഇട്ടോ, 10 പോയിന്റ്. അപ്പോൾ അവിടെ നമ്മൾ എൻട്രി എടുത്തോ പറഞ്ഞു ഇത് താഴത്തോട്ട് ഇനി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 152 ഫാളാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതനുസരിച്ചിട്ട് നമ്മൾ 203 ബ്രേക്ക് ചെയ്താൽ 209 അത് മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ നമ്മൾ 209 സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് വരുള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് 235 അവിടെ ഒരു 3-4 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടിയാൽ മാർക്കറ്റ് 262 പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 203 എന്നുള്ള മൂവ്മെൻറ്റ് 235 വരെ കിട്ടിയാലും 30 പോയിൻ്റാണ്. 30 പോയിന്റിൽ ഇവിടെ എടുത്ത 5 10 പോയിന്റ് പൊക്കോട്ടെ, എന്നാലും നമുക്ക് 20 പോയിന്റ് പ്രോഫിറ്റബിളാണ്. ക്രോസ് ഓവർ വന്നിരിക്കുന്നത് 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. 252 കൺസോൾട്ടേഷൻ സോണാണ് നിലവിൽ. ടച്ച് ചെയ്തിട്ടില്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ അത് കുറച്ചുകൂടെ കറങ്ങി തിരിഞ്ഞ് വരട്ടെ. അത് ഇന്നലെ റിവേഴ്സായി എവിടെ നിന്ന് പോയോ ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ എത്ര മിനിറ്റായി? 46 മിനിറ്റായി. വീഡിയോ പോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 265 മുട്ടിക്കഴിഞ്ഞാൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു 4 ക്യാൻഡിൽ, അതിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല മാർക്കറ്റിന്. ഈവൻ 2 മിനിറ്റിൻ്റെ ക്യാൻഡിലാണെങ്കിൽ ഒരു 4-5 ക്യാൻഡിൽ, അതിന് കൂടുതൽ ഇവിടെ മാർക്കറ്റിന് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത ഡയറക്ഷനിലേക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അടുത്ത 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. കറക്റ്റ് 10 മണിക്ക് ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളതാണ് നമ്മുടെ നിലവിലത്തെ റൂള്. അത് ഈ സമയത്താണ് നമ്മളൊരു എക്സിറ്റും പ്ലാൻ ചെയ്യാറ്. 9:50 കഴിഞ്ഞിട്ടാണ്
അല്ലെങ്കിൽ 10:05 മുമ്പാണ് നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ നമ്മൾ ഇറങ്ങാറായിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ന് 265 ഇറങ്ങേണ്ടത്, അതോ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് പോയാൽ 220 പോവുള്ളൂ എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 10 മണിയുടെ ക്യാൻഡിലായിരിക്കും അടുത്ത ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ 252 ടച്ച് ചെയ്തിട്ടില്ല, ചെറിയൊരു മിച്ചം ഇട്ടിട്ടാണ് പോയേക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 265 ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് 10:15 കൂടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സമയം 10 മണിയായിട്ടുണ്ട്. കറക്റ്റ് 10 മണിക്കാണ് 152 ടച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ അത് റെഡിലേക്കും കൂടെ കയറാതെ നമുക്ക് അതൊരു മൂവ്മെൻ്റ് ആണെന്ന് സീൽ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 265 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം നിൽപ്പുണ്ട്. അതനുസരിച്ചിട്ട് ഇവിടെ 145 ടച്ച് ചെയ്യാനായിട്ട് ലോവർ സപ്പോർട്ട് ഏരിയ കൂടെ ഉണ്ട്. ഇവിടെ റെഡിലേക്ക് കയറിയാലാണ് നമുക്കൊരു എൻട്രി കൺഫേം ആയിട്ട് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു 265 കൂടെ കിട്ടുമെന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു തീരുമാനമാക്കാം. 253 എന്തായാലും ഇവിടം വരെ എത്തി. 265 മുട്ടി അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. 10 മണിയായി. 10:15 മുമ്പ് ഒന്ന് മുട്ടിച്ച് തന്നാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് വെച്ചാൽ ഈ 145 ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു 10:15 വരെ ഒരു ഇത്തിരി സ്ട്രഗിൾ ആയിരിക്കും മാർക്കറ്റ്. കാരണം 15 മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ SMA-ലേക്കുള്ളൊരു റിജക്ഷനാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 15 മിനിറ്റ്സിൻ്റെ. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായാലും 265 മാർക്കറ്റ് മുട്ടും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് സിയിലേക്ക് നമുക്കൊരു 170 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് ഇവിടെ കിട്ടുന്ന പോയിൻ്റ് ഇപ്പുറത്ത് സിയിൽ കിട്ടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ സിയിൽ ഈ RSIയുടെ ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ചാടി കയറി സിയിൽ എൻട്രി എടുത്തിട്ട് കാര്യമില്ല. ഒരു നല്ല രീതിയിലുള്ളൊരു സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് അടിച്ചാൽ തീരാവുന്നുള്ളൂ നമ്മുടെ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സിയിലേക്ക് ഇപ്പം എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 165 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 65 to 70 സിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല. ഒരു 265 ബ്രേക്ക് ചെയ്താൽ 70-71 ഒരു മൂവ്മെൻ്റ്, ഒരു 6 പോയിൻ്റ് കിട്ടും. RSI സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഞാൻ സിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 165 ബ്രേക്ക് ചെയ്താൽ 170, 170 ബ്രേക്ക് ചെയ്താൽ 79 മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. അല്ലാത്തടത്തോളം നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ 165 ബ്രേക്ക് ചെയ്താൽ 170 ഒരു എൻട്രി സിയിൽ നോക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 165 പറഞ്ഞത് കമ്പനി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പനി അവിടെ ഒരു ലൈൻ കൊണ്ടിട്ടിട്ടുണ്ട് 165. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതും കമ്പനിക്കാർ ഉദ്ദേശിക്കുന്നതും കറക്റ്റാണ്. അത് നമ്മുടെ അത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പ്ലെയിൻ ചാർട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നമ്മളൊരു സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 165 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട. എഗെയിൻ ഡൗൺ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കറക്റ്റായിട്ടാണ് 230 സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. 10:15 കഴിയാതെ മാർക്കറ്റിൽ എന്തായാലും ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഇനി വരത്തില്ല. 52 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 165 ബ്രേക്ക് ചെയ്താൽ 175 ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റേ കിട്ടത്തുള്ളൂ. അല്ലാത്ത നമ്മൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 265 തന്നെയാണ്. അത് 10:15 കൂടി 265 എത്തിക്കഴിഞ്ഞാൽ
നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ചാർട്ടിൽ RSI ഓൾറെഡി ഡൗണിലേക്ക് വന്നിട്ടുമുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിൽ 24,922 എന്നൊരു ലൈൻ ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ ക്യാൻഡിൽ 10 മണിയുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് വെച്ചിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ. കാരണം ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 24,927 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 24,885 മാർക്കറ്റ് ഫാളാവുന്നത്. അപ്പോൾ അതുകൊണ്ട് 10:15 കൂടിയിട്ടാണ് നമുക്ക് അടുത്തൊരു ഡയറക്ഷൻ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ റീസൺ. ഒരു സഡൻ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 265 265 ബ്രേക്ക് ചെയ്താൽ 300 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് 165 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സിയിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒക്കെ മുട്ടി എന്നൊക്കെ പറയാം. നമ്മുടെ ഫ്യൂച്ചർ ചാർട്ടിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 24,922 എന്നുള്ള ടാർഗറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 262 എത്ര വരെ പോയിട്ടുണ്ട്? ഹൈ 262.25. നമ്മൾ 262 പറഞ്ഞത്. 10:15 കൂടി 262 പറഞ്ഞത്. മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ ചാർട്ടിലും മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 22 ആ ഒരു ലൈൻ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് പറഞ്ഞത് 262 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ട്രേഡ് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് 10:15 ആകുമ്പോഴത്തേക്ക് 262 ടച്ച് ചെയ്യണം. 10:15 ആകുമ്പോൾ നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്തേക്കാന്നാണ് ചാർട്ടിന് കൊടുത്ത വാക്കാണ്. നമ്മളത് പാലിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ ഇനി 262 265 ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് 300 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത്. അത്ര അറിയിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഏകദേശം വീഡിയോ നല്ല രീതിയിൽ പോസായിരുന്നു. അതിനുശേഷം ഉള്ള മൂവ്മെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കണേ. നമ്മൾ ഇന്നലെ തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നൊരു ഏരിയയാണ് 258 എന്നുള്ള ആ ഒരു ലെവല്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത അതേ ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ പിയിൽ നമ്മൾ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഒരു ഏരിയ ഏകദേശം 262. നമ്മൾ അവിടെ വെച്ചിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് 262 ടാർഗറ്റിൽ എത്തുമ്പോഴാണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. ആ 262 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത അതേ സമയത്താണ് യെസ്റ്റർഡേ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന 140 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അവിടെ RSIയുടെ ഒരു ക്രോസ് ഓവർ വന്നു. RSIയുടെ ക്രോസ് ഓവർ വന്നപ്പോൾ 140 സപ്പോർട്ട് എടുത്തു. അതിനോടൊപ്പം തന്നെ ഇവിടെ 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ 262 കറക്റ്റ് 10 മണിക്ക് അവിടെ നിന്നൊരു ഡൗൺ വന്നു. അപ്പോൾ ഇത് കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് 169 ഭാഗത്തേക്കാണ്. അവർ അത് ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ എടുത്തോട്ടുള്ള മൂവ്മെൻറ്റാണ് ഈ കാണുന്നത്. ഇന്നലെ മാർക്കറ്റ് 200 ബ്രേക്ക് ചെയ്തു. 2 തവണ 200 ബ്രേക്ക് ചെയ്തു. അതിന് ശേഷമുള്ള ചെറിയൊരു മൂവ്മെൻറ്റ് ഇന്നത്തെ മൂവ്മെൻറ്റാണ്. RSI ക്രോസ് ഓവർ വന്നു. അതിനുശേഷം 260 എന്നുള്ള ലെവൽ ഓൾറെഡി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു 5 മിനിറ്റിൽ. അപ്പോൾ നമ്മൾ 258 ആണ് നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ 253 വരെ പോയിട്ടുള്ളൂ. പക്ഷേ അത് ഞാനത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. നമ്മളുടെ ടാർഗറ്റ് 258 ആണ്. ആ 255 എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഏരിയ, ഇന്നലെ തൊട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് മാർക്കറ്റ് എത്തണ വരെ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു വീഡിയോ ആയിട്ട്, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് നമ്മളത്
കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യാത്തത്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പഠിച്ചേക്കുന്നത് കാരണം ഗ്യാപ്പിൽ നിന്നുള്ള, നേരത്തെ എനിക്കത് അറിയില്ലായിരുന്നു, ഗ്യാപ്പിൽ നിന്നുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കയറ്റാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാനത് പോസ് ചെയ്ത് വീഡിയോ കട്ട് ചെയ്തും രണ്ടാമത്തെ സമയം ഒക്കെ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. ഇപ്പോൾ 250 ഒരു ട്രിഗർ പ്രൈസാണ്, പക്ഷെ നമ്മൾ ഒരു 258ലേക്ക് ഒന്നും കൂടെ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുവരെ വീഡിയോ പോസായിട്ടിരിക്കട്ടെ. ഈ ഒരു സ്ട്രൈക്ക് 145 അതായത് 262 262 അല്ല 262 മുട്ടി ഉള്ള അറ്റ് എ ടൈമിൽ പലരും ലൈവിലുണ്ടായിരുന്നവരെടുത്തൊരു സ്ട്രൈക്കാണ്. 140-145 റേഞ്ചിൽ പലരും ഇത് എടുത്തിട്ടുണ്ടായി. അപ്പോൾ മാക്സിമം ഞാൻ പലരോടും പറഞ്ഞതാണ് അതൊന്ന് ട്രെയിൽ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യൂ. നമുക്ക് 258 വരെ വന്നില്ലെങ്കിലും 250 എന്നുള്ള ആ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ ടച്ച് ചെയ്താൽ, ഞാൻ ഒന്നുകൂടെ കാണിക്കാം, 260 ഒരു റിജക്ഷൻ പോയിന്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? കറക്റ്റ് 260 ഹിറ്റ് ചെയ്ത് റിജക്ഷൻ ആയിരിക്കണേ. അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യം. ഇനിയും അത് 258 വരെ വരുമോ എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതായത് പിയിൽ ഒരു ഡബിൾ സപ്പോർട്ട് എടുക്കാനായിട്ട് ഒരു തവണ കൂടെ 120 ഭാഗത്തേക്ക് ഫാൾ ആയാൽ ഇവൻ എന്തായാലും 258 വരെ മാർക്കറ്റിൽ മൂവ് ഉണ്ടാവും. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, കൃത്യമായിട്ടെടുത്ത് ഗ്രീഡി ഇല്ല എന്ന് പറയുന്നതിലല്ല, നമ്മളത് ട്രെയിൽ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പക്ക എൻട്രിയാണ്, പക്ക എക്സിറ്റാണ്. ഈസി ആയിട്ടാണ് 100 പോയിൻ്റ് റൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ 220 ഭാഗത്ത് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 250 ബ്രേക്ക് ചെയ്താൽ 258ലേക്ക് ഒന്നും കൂടെ നമുക്കൊരു മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം 241 വരെയായി. അപ്പോൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 220 സപ്പോർട്ട് എടുത്ത ടൈമിലാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ രീതിയിൽ വരും. ഒരു 250 ഒരു റിജക്ഷൻ ആയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ തൊട്ടേ ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന ഒരു ഏരിയയാണ് 258. അപ്പോൾ അത് ആദ്യം പോയൊന്ന് നോക്കി അതിനുശേഷം പതുക്കെ വന്ന് 258ലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈവും വൈൻഡപ്പ് ചെയ്യാം. സെക്കൻഡ് പാർട്ടും ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളായി. അപ്പോൾ 140 നിന്ന് 258 എന്ന് പറയുമ്പോൾ ഏകദേശം 100 പോയിൻ്റ്. അപ്പോൾ അതിൽ 250 ഒരു എക്സിറ്റ്, ശേഷം താഴത്ത് വന്നിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ സപ്പോർട്ട് ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ള പിൻബാർ ഫോം ചെയ്തിട്ടാണ് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് താഴത്തുനിന്ന് വീണ്ടും കയറാം. ഇവിടെ നിന്ന് ഇവിടം വരെ ട്രെയിൽ ചെയ്ത് പോകുന്നതിന് നല്ലതാണ് താഴത്തുനിന്ന് വീണ്ടും റീ എൻട്രി എടുക്കുന്നത്. ഈ വീഡിയോ എന്തായാലും 258 പോകുന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. 258 പോയിട്ടേ നമ്മൾ അടുത്ത മാർക്കറ്റിലേക്ക് ജോയിൻ ആവത്തുള്ളൂ. അത്ര 101% കോൺഫിഡൻറ്റ് ലെവലിൽ നിൽക്കുന്ന 101% കോൺഫിഡൻറ്റിലാണ് നിൽക്കുന്നത് 258ലേക്ക് മുട്ടും എന്നുള്ളത്. അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇന്നലെ തൊട്ടേ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സമയം ഇപ്പോൾ 12:15 മുമ്പ്, അതായത് 3 ക്യാൻഡിൽ, ഇതിപ്പോൾ ഇട്ടേക്കണ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 12:15 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ 12:45 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് 3 ക്യാൻഡിലിന് മുമ്പ് എന്തായാലും 258 ടച്ച് ചെയ്തിരിക്കും. അതിനകത്ത് യാതൊരുവിധ സംശയവും എനിക്കില്ല. വീഡിയോ കാണുന്നവർക്കുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റ ക്യാൻഡിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിലോ ഒരൊറ്റ ഹൈപ്പിലായിരിക്കും 258 മാർക്കറ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ 255 257 ട്രിഗർ പ്രൈസ് അടിച്ചിട്ടാലും വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ, എത്ര വരെ പോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞത് ഒറ്റ ട്രിഗർ അടിക്കുള്ളൂ. ട്രിഗർ പ്രൈസ് 255.90 വരെ വന്നിട്ടുണ്ട്. നമ്മൾ 255 258 ഈ രണ്ട് സ്പേസിനിടയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അത് ഒറ്റയടിക്ക് 255
290 ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മുടെ ചാർട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ 12:30 എനിവേ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.